ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവും മന്ത്രി വിക്രമാദിത്യ സിംഗും തമ്മിലുള്ള തർക്കം പരിഹരിച്ചെന്ന് കോൺഗ്രസ്. സർക്കാർ 5 വർഷം പൂർത്തിയാക്കും. ഹൈക്കമാൻഡ് നിയോഗിച്ച DK ശിവകുമാർ, പ്രതിഭ സിംഗ് എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് പ്രശ്നപരിഹാരം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്ത 6 കോൺഗ്രസ് MLA-മാരെ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ അയോഗ്യനാക്കി. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് നടപടി. സാങ്കേതികതയ്ക്കപ്പുറം MLA-മാർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെന്ന് സ്പീക്കർ 24-നോട് പറഞ്ഞു. പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത് സഭയിലും ഹാജരായവരാണ് വോട്ടെടുപ്പിൽ കൂറുമാറിയത്. MLA-മാർക്ക് ഇക്കാര്യത്തിൽ വാദഗതികൾ ഉണ്ടായിരുന്നില്ലെന്നും സ്പീക്കർ പറഞ്ഞു. Because this act that contains the unethical practices of the elected members. So that part is the most important part. It is not a technical part, the rule violation or this war violation or that one. The law was legislated with the intention to, put a curb on the Airam Gairam Rajniti and the Beparikaran of the Rajniti. They were present in the party meeting, the Congress Legislative Party meeting, and they were present in the Vidhan Sabha when business of financial bill was taken up. However, when voting took place, all 6 MLAs, they were absent. They have defied the whip of the party and the provisions of the anti-defection law. നിതിൻ അംബുജൻ ഷിംലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. നിതിൻ, എങ്ങനെ ഈ പ്രശ്നപരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? DK ശിവകുമാർ പറഞ്ഞത് പ്രകാരം പ്രശ്നം പരിഹരിച്ചു, 5 വർഷവും കോൺഗ്രസ് സർക്കാർ ഭരിക്കുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി മാറുമോ? ഇതിൽ വിമത സ്ഥാനത്ത് നിൽക്കുന്നവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം, അത് ഇപ്പോൾ വിക്രമാദിത്യ സിംഗ് അദ്ദേഹം രാജി ഇന്നലെ വെച്ചിരുന്നു, പക്ഷേ പിന്നീട് അതിന് കാത്തിരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ ഏത് തരത്തിലേക്ക് അനുനയിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്? അനുജ, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു ഫോർമുല മുന്നോട്ട് വെച്ച് തന്നെയാകും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധ്യത. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ വസതിയിലാണ്. ഇവിടെ അല്പസമയത്തിനും തന്നെ യോഗം ചേർന്ന് അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര നിരീക്ഷകരും, കൂടാതെ പ്രതിഭ സിംഗ്, അതോടൊപ്പം തന്നെ മറ്റ് MLA-മാരെല്ലാം തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യമെല്ലാം തന്നെ അവർ മാധ്യമങ്ങളോട് മുമ്പാകെ വിശദീകരിക്കും. എന്തായാലും കേന്ദ്ര നിരീക്ഷകരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ചേർന്ന് ഏതാണ്ട് 1 മണിക്കൂറിലധികമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഇപ്പോൾ എല്ലാം പരിഹരിച്ചു എന്ന് തന്നെയാണ് DK ശിവകുമാർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ സർക്കാർ യാതൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നില്ല. മറിച്ച് 5 വർഷവും സുഖ്വീന്ദർ സിംഗ് സുഖു തന്നെ മുഖ്യമന്ത്രിയാകും. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റു തരത്തിൽ, അതായത് ഫോർമുലകൾ ഏത് പ്രകാരമാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നേതൃത്വം പിന്നീട് വ്യക്തമാക്കും. ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിക്രമാദിത്യ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ ഏറുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര നിരീക്ഷകർ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു മനസ്സിലാക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ 6 MLA-മാരെ അയോഗ്യരാക്കിയത്. അയോഗ്യരാക്കിയ MLA-മാരുടെ നടപടി, പ്രത്യേകിച്ചും വിപ്പ് ലംഘിച്ചതിനാലാണ് MLA-മാരെ അയോഗ്യരാക്കിയതെന്നാണ് ഇപ്പോൾ സ്പീക്കർ 24-നോട് വ്യക്തമാക്കിയത്. മാത്രമല്ല MLA-മാരുടെ ധാർമ്മികത നിരക്കാത്ത നടപടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് MLA-മാരെ അയോഗ്യരാക്കിയതെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്പീക്കർ 24-നോട് വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ DK ശിവകുമാറാണ് ഈ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നത്. നിതിൻ, ഇപ്പോൾ ഈ MLA-മാരെ അയോഗ്യരാക്കിയതോടെ കോൺഗ്രസിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇതിൽ MLA-മാരുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് കൂടി വരുമ്പോൾ അയോഗ്യരാക്കപ്പെട്ടതോടെ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാകില്ല എന്ന് കരുതാമോ സാങ്കേതികമായി? അനുജ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് സർക്കാർ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നില്ല. കാരണം 68-അംഗ നിയമസഭയിൽ ഇപ്പോൾ 6 MLA-മാരെ അയോഗ്യരാക്കിയതോടുകൂടി തന്നെ 62-ആയി ചുരുങ്ങിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും 32 എന്ന ഈ ഒരു സംഖ്യ കേവല ഭൂരിപക്ഷം മറികടക്കാൻ കോൺഗ്രസ് സാധിച്ചു. കാരണം 34 MLA-മാരുടെ പിന്തുണ ഇതിനം തന്നെ മനു അഭിഷേക് സിംഗ്വിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 MLA-മാരെ അയോഗ്യരാക്കിയാൽ സ്വാഭാവികമായിട്ടും 34 അംഗങ്ങളെന്ന കുറവിലേക്ക് കോൺഗ്രസ് വരുമെങ്കിലും യാതൊരു തരത്തിലൊരു ഭീഷണി ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ വിമത MLA-മാരെ വിമതരെ നിർത്താനുള്ള നീക്കങ്ങൾ ഇനി കോൺഗ്രസ് നേതൃത്വം എങ്ങനെ സ്വീകരിക്കും എന്നത് അറിയണം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിമതരെ ഒപ്പം നിർത്താനുള്ള ഒരു നീക്കം കോൺഗ്രസ് ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും തിരിച്ചടിയായത് വിമതരുടെ നീക്കമാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും അതുകൂടി കണ്ടുകൊണ്ടാണ് പ്രതിഭ സിംഗ് ഇന്ന് വിമതരെ ഒപ്പം നിർത്തണമായിരുന്നു. പ്രത്യേകിച്ചും അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ കേട്ട് അവരുടെ തർക്കങ്ങളെല്ലാം പരിഹരിക്കണമായിരുന്നു നേതൃത്വം എന്നൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമതരെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഒരുപക്ഷേ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വ ഭാഗത്തും ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. നിലവിലിപ്പോൾ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് എന്താണ് ഇനിയുള്ള ഹിമാചൽ കോൺഗ്രസിന്റെ പ്രതിസന്ധി മറികടന്നുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. നിലവിലിപ്പോൾ BJPയെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകളെല്ലാം മങ്ങിയിട്ടുണ്ടല്ലോ. 6 MLA-മാരെ അയോഗ്യരാക്കുന്നു. അപ്പോൾ സഭയിൽ അംഗസംഖ്യ കുറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന വിഷയം കൂടിയില്ല. അങ്ങനെ അവരുടെ പ്രതീക്ഷയും തൽക്കാലത്തേക്ക് അസ്ഥാനത്തായി.
പക്ഷേ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സർക്കാരിനെ നിലംപരിശാക്കാനാണ് BJP ശ്രമിച്ചത്. പക്ഷേ പിന്നീട് ബജറ്റ് സമ്മേളന ദിവസം തന്നെ 15 BJP MLA-മാരെ സസ്പെൻഡ് ചെയ്തതോടുകൂടി തന്നെ ആ ഒരു നീക്കത്തിന് കോൺഗ്രസിന് തടയിടാൻ സാധിച്ചു. അപ്പോഴും BJP-യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ ഷിംല കേന്ദ്രീകരിച്ച് കോൺഗ്രസിലെ അതൃപ്തരായ നേതാക്കളെയും MLA-മാരെയും ഒപ്പം നിർത്താനുള്ള ഒരു നീക്കം BJP-യുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ അയോഗ്യരാക്കപ്പെട്ട MLA-മാരുമായുള്ള ആശയവിനിമയം ഇതിനകം തന്നെ BJP നേതൃത്വം ആരംഭിച്ചു. അവരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു തർക്കം അത് പരമാവധി മുതലെടുക്കാനുള്ള നീക്കം തന്നെയാണ് BJP-യുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ BJP-യുടെ നിയമസഭാ കക്ഷി യോഗം ഷിംലയിൽ ചേർന്നിട്ടുണ്ട്. എന്തൊക്കെ നീക്കങ്ങളിലൂടെ മുന്നോട്ട് കടന്നു പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ യോഗത്തിൽ കൂടിയാലോചിക്കും. അതിനുശേഷമാകും തുടർ നടപടി സ്വീകരിക്കുക. എന്തായാലും BJP ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് MLA-മാരെ പ്രത്യേകിച്ചും അതൃപ്തരായ കോൺഗ്രസ് MLA-മാരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ സജീവമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് BJP സംബന്ധിച്ച് വലിയ ഗുണം ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത്തരം നീക്കം BJP-യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അനുജ, ഏതായാലും തൽക്കാലത്തേക്ക് ഹിമാചലിലെ പ്രതിസന്ധി പരിഹരിച്ചു എന്നുള്ളതാണ്. DK ശിവകുമാർ അറിയിച്ചിട്ടുള്ളത് 5 വർഷവും കോൺഗ്രസ് സർക്കാർ തന്നെ ഭരിക്കും. ഏത് ഫോർമുലയാണ് ഇപ്പോൾ വിക്രമാദിത്യ സിംഗ് ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചിട്ടുള്ളത് എന്നതൊക്കെ വാർത്താ സമ്മേളനത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട് DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ. അതിൻ്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് ലഭ്യമാക്കുകയും ചെയ്യും.